Hello students, 8th class chemistry first chapter properties of matter കുറച്ച് important ആയ questions കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന questions ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം. First question, the process in which a solid on heating directly changes into a gaseous state is called A melting, B condensation, C sublimation, D evaporation. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് എത്തുന്ന പ്രക്രിയ. Melting എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ, കണ്ടൻസേഷൻ സാന്ദ്രീകരണം, സബ്ലിമേഷൻ ഉത്പാദനം, ഇവാപറേഷൻ ബാഷ്പീകരണം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചൂടാക്കിയോ തണുപ്പിച്ചോ ഒരു പദാർത്ഥത്തെ നമുക്ക് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയും അല്ലേ. അപ്പൊ നമുക്ക് ഓരോ ടേംസും എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം മെൽറ്റിംഗ്, അതായത് ഒരു ഖരപദാർത്ഥത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ്രാവകാവസ്ഥയിലേക്ക് മാറും. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഐസിന്റെ കാര്യം, ഐസ് ചൂടാക്കിയാണ് ജലം കിട്ടും. അതിന് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയും. ഇനി ഈ ലിക്വിഡിന് നമ്മൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് എന്താ പറയുക? അതാണ് ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം, വാതകാവസ്ഥയിലേക്ക് മാറുന്നത്. ഇനി വാതകാവസ്ഥയിലുള്ളതിനെ ഖരാവസ്ഥയിലേക്ക് മാറ്റുന്നതിന് നമ്മൾ എന്ത് പറയും? കണ്ടൻസേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഖരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം നേരിട്ട് വാതകാവസ്ഥയിലേക്ക് എത്തുന്നതാണ് സബ്ലിമേഷൻ അഥവാ ഉത്പാദനം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സി, സബ്ലിമേഷൻ. Second question, the process of changing liquid into solid on cooling. തണുപ്പിക്കുമ്പോൾ ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. എ മെൽറ്റിംഗ്, ബി സബ്ലിമേഷൻ, സി ഫ്രീസിംഗ്, ഡി വേപ്പറൈസേഷൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്രീസിംഗ്. ഓപ്ഷൻ സി, ഫ്രീസിംഗ്. Third question, dash can be used to separate a mixture of water and acetone. വാട്ടറിനെയും അസറ്റോണിന്റെയും മിശ്രിതത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി, ഡിസ്റ്റിലേഷൻ. ഓപ്ഷൻ ബി, ഡിസ്റ്റിലേഷൻ. Third question, in order to separate insoluble particle in a liquid mixture on the basis of their mass difference, dash is used. ഒരു ദ്രാവക മിശ്രിതത്തിലെ ലയിക്കാത്ത കണികയെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? സെപ്പറേറ്റിംഗ് ഫണൽ ആണോ? ബി, സെൻട്രിഫ്യൂഗേഷൻ ആണോ? സെൻട്രിഫ്യൂഗ് ആണോ? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, സെൻട്രിഫ്യൂഗ്. Dash. Fifth question, dash method is used for